പരിവാർ എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ജഗദീഷ്, ഇന്ദ്രൻസ്, പ്രശാന്ത് അലക്സാണ്ടർ എന്നിവർക്കൊപ്പം കുറച്ച് പേരും കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ. ഈ സിനിമയുടെ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ, അവരുടെ അച്ഛൻ്റെ കയ്യിൽ നല്ല ആൻറ്റിക് പീസായ ഒരു മോതിരമുണ്ട്. അപ്പോൾ അച്ഛൻ വയ്യാണ്ട് കിടക്കുകയാണ്. പുള്ളി മരിച്ചു കഴിഞ്ഞാൽ അത് നല്ല വിലയ്ക്ക് വിറ്റ് പുട്ടടിക്കുക എന്നുള്ള പ്ലാനിലാണ് മക്കൾ. ഓരോ തവണയും ഒന്ന് നിരാശപ്പെടുത്തുകയാണ്. അങ്ങനെ ഇത്തവണയും വയ്യാണ്ട് വരുന്നു. അവിടെ മരണവും കാത്തു കെട്ട് കിടക്കുന്നു. അതിൽ തമ്മി തല്ലുന്നു, വഴക്കൂടുന്നു. ഒരു ശുഭപര്യാവസ്ഥയായി എല്ലാവരും ഭയങ്കര നന്മമരമാകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. ആ മോതിരത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് സിനിമ പറയുന്നത്. ആക്ച്വലി കണ്ടന്റ് വൈസ് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൺസെപ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ, ഹ്യൂമറിന് വളരെയധികം സാധ്യതയുള്ള സിനിമയായിട്ട് പോലും എഴുത്തിലും ക്വാളിറ്റി, ടെക്നിക്കൽ ക്വാളിറ്റി, അതായത് കളർ ഗ്രേഡിങ് തൊട്ട് സിനിമയുടെ മേക്കിംഗ് വരെ ഭയങ്കര മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഒരു തരത്തിലൊരു നമുക്ക് എൻഗേജിങ് ആക്കാനുള്ള എഴുത്തുണ്ടായിരുന്നില്ല. ഹ്യൂമർ എന്ന് പറയുന്ന ഒരു സംഭവം യൂട്ടിലൈസ് ചെയ്ത് അത്യാവശ്യം നല്ലൊരു ഫൺ മൂവി ആയിട്ട് എടുക്കാമായിരുന്നൊരു കൺസെപ്റ്റ് ആയിരുന്നിട്ട് കൂടെ അതിനെ വളരെ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല. ഒപ്പം ഈ പ്രധാന വേഷത്തിലെത്തിയ ഈ മെയിൻ ലീഡ് ആക്ടേഴ്സിന് പുറമെ അധികം പുതിയ ആളുകളാണ്. അവരുടെ പ്രകടനങ്ങളും ഭയങ്കര കല്ലുകടിയായിട്ട് തോന്നി. പിന്നെ സിനിമ ഓർത്ത് വയ്ക്കാൻ പാകത്തിന് ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു ത്രൂ ഔട്ട് ഒരു ബോറടിച്ച് പണ്ടാരടങ്ങിയ ഒരു സിനിമയാണ് പരിവാർ എന്നുള്ള സിനിമ. എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിൽ ഇത് പ്രകടനത്തിൽ ബാക്കിയുള്ളവരൊക്കെ ഭയങ്കര മോശമായിരുന്നു. മൊത്തത്തിലൊരു ആലോചിച്ച് വയ്ക്കാൻ മാത്രം ഒന്നുമില്ല ഈ സിനിമയിൽ. സോ നിങ്ങൾക്ക് നിറയെ സമയമുണ്ടെങ്കിൽ വേറെ സിനിമ കാണാം.